ആദ്യമായി തന്നെ തിരുക്കുമാരനും അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 27 തീയതിയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് സപ്ലി ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന്. അതിലൊരുത്തിയാണെങ്കിൽ അവളാണ് ഞങ്ങളൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ചത്. എന്നിട്ട് അവൾക്ക് ആ സബ്ജക്റ്റിന് സപ്ലി കിട്ടുകയും ചെയ്ത്. ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നത്. എന്നാലും ഞാൻ അവൾമാരോട് പറഞ്ഞു, വിഷമിക്കണ്ടടി, അമ്മ മാതാവിൻ്റെ കയ്യിൽ കൊടുക്കാടി, നമ്മൾ പാസ്സാകും, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് സപ്ലി എഴുതിയ എക്സാമിനെക്കാട്ടും അതിൽ നല്ല ടഫായിരുന്നു സപ്ലി. എന്നാലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ സപ്ലിക്ക് പാസ്സാകാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിൽ സൈക്കാട്രിൻ്റെ സബ്ജക്റ്റ് എന്താ വന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പഠിച്ചിട്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചതാണ്. പക്ഷേ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അതിൽ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എന്നിട്ട് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ, അതും ചൊല്ലി ഞങ്ങൾ ആ എക്സാം എഴുതി. ഞാൻ അമ്മയോട് പറഞ്ഞ് എക്സാം എഴുതാൻ പോവുക, എനിക്കറിയത്തില്ല, അമ്മ മാതാവ് കൂടെ കണ്ടേക്കണേന്ന് ഞാൻ പറഞ്ഞു. ആ റിസൾട്ട് വന്നപ്പോഴും ജസ്റ്റ് ഞങ്ങൾ പാസ്സാവാൻ 38 മാർക്ക് മതിയെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും 38 എന്നുള്ളൊരു സംഖ്യയല്ല അവിടെ വന്നത്. എല്ലാത്തിനും 50-ന് മുകളിലുണ്ടായിരുന്നു മാർക്ക്. അതോടൊപ്പം തന്നെ ഫോർത്ത് ഇയറിൽ ഗൈനക്കോളജി എക്സാം, തേർഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾക്ക് വന്നത്. എന്താ എഴുതേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ പോലും. എന്നിട്ട് എക്സാമിൽ പഠിച്ചത് നല്ല രീതിയിൽ ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റായിരുന്നു ഗൈനക്കോളജി. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തേർഡ് ഇയറിലത് എന്താ എഴുതേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറേ നേരം അവിടെ അനങ്ങാതിരുന്ന് അത് കഴിഞ്ഞിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, ഞങ്ങളുടെ ഉപ്പുണ്ടായിരുന്നു വെഞ്ചരിച്ച്, അതും ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. നല്ല ടഫായിരുന്നു എക്സാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളെല്ലാം എക്സാം കഴിയുമ്പോഴത്തേക്ക് എക്സാമിന് എവിടെ നിൻ്റെ ദൈവമായ കർത്താവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്, സെഫാനിയ 3:17 എന്ന വാക്യം ഞങ്ങൾ എഴുതുമായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയത്. തിരിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. റിസൾട്ട് വന്ന് 38 മാർക്ക് വേണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ 38 അതിലും കൂടിയ നല്ല മാർക്ക് 50-ന് മേളിലും 60-ന് മേളിലും ഞങ്ങൾക്ക് മാർക്ക് തന്ന അമ്മ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ച്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോള്, അവൾക്ക് ഇടുപ്പിൻ്റെ അവിടെ ഒരു തടുപ്പ് പോലെ വന്ന് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുമായിരുന്നു. അവൾ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അതിനുമ്പോൾ തിരിച്ച് അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് 5th സെമ്മിൻ്റെ എക്സാം നടക്കാൻ പോവാണ്. എക്സാമിൻ്റെ 3 ദിവസം മുമ്പ് അവൾക്ക് ഭയങ്കര വേദന, അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദനയായിരുന്നു. അപ്പോൾ മാഡംസ് പറഞ്ഞു, നീ വീട്ടിൽ പൊക്കോ, എക്സാം എഴുതാൻ പറ്റത്തില്ല, സപ്ലിയോടുകൂടെ എക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അപ്പയും അമ്മയും പറഞ്ഞ് ആളെയല്ലേ ആവശ്യം, നീ ഇങ്ങി വാ, സപ്ലിയുടെ കൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അവൾ എന്നെ വിളിച്ച് കരഞ്ഞ്, ചേച്ചി എനിക്ക് എക്സാം എഴുതണമെന്ന്. ഞാൻ പറഞ്ഞു, മോനെ നീ വരണ്ട, അമ്മ മാതാവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക, അമ്മ മാതാവ് നിന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. മാഡംസ് പറഞ്ഞു 1 മിനിറ്റ് 2 മിനിറ്റ് പോലും അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അവൾ 4 മണിക്കൂർ ആ ഹോളിൽ പോയി എക്സാം എഴുതും എന്ന രീതിയിലായിരുന്നു. പക്ഷേ അവൾക്ക് എക്സാമിൻ്റെ സമയത്ത് 4-ഉം 5-ഉം ജൂലൈയിൽ അവൾക്ക് എക്സാം ആയിരുന്നു. ആ സമയത്ത് 9 മണിയാകുമ്പോൾ ഹാളിൽ കയറ്റും, 10 മണിയാകുമ്പോൾ എക്സാം തുടങ്ങും, 1 മണി വരെ ആയിരുന്നു എക്സാം. അവൾക്ക് വേണ്ടി ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ക്ലാസ്സുകളും ഓരോരോ കാര്യങ്ങളും ഞാൻ കൂടുമായിരുന്നു മാതാവിൻ്റെ. അതോടൊപ്പം തന്നെ അവളുടെ ഇടുപ്പിന് ഞാൻ എൻ്റെ ഇടുപ്പിൽ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് ആ 4 മണിക്കൂർ എക്സാം ഹോളിൽ ഇരിക്കാൻ ഉള്ള കഴിവ് നൽകണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 1 മണിയാകാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇവൾ വരാൻ. ഇവൾ വന്നിട്ട് എക്സാം എങ്ങനെ ഉണ്ടെന്നല്ല ചോദിക്കുന്നത്, മോനെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവളോട് ആദ്യം ചോദിക്കുന്നത്. അവൾ വന്ന ഉടനെ പറയും, ചേച്ചി എനിക്ക് ഇരിക്കാൻ പറ്റി ചേച്ചി, എനിക്കൊരു വേദന ഇല്ലായിരുന്നു ചേച്ചി. ആ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ച്. അതോടൊപ്പം എനിക്ക് എപ്പോഴും പനി വരുന്നതായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പനിയായിരുന്നു. ഒരു മാസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. നാട്ടിലാണെങ്കിലും അങ്ങനെ, കോളേജിൽ ഹോസ്റ്റലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആ പനിയും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഇപ്പം വരാറുള്ളൂ, അതും ചുരുക്കമാണ്. ആ ഡെയിലി വരുന്നതും ആ മാസത്തിൽ പോയി 3-4 പ്രാവശ്യം അഡ്മിറ്റായി കിടക്കുന്ന എല്ലാം എനിക്ക് മാറിക്കിട്ടി. ഈ 3 കാര്യമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഉടമ്പടി വഴി സാധിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ മടിയായിരുന്നു ചോദിച്ചാൽ നല്ല മടിയുള്ള ആളായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. കുരിശ് വരയ്ക്കാനൊക്കെ ഇരിക്കുന്നത് പേരിന് വേണ്ടി കുരിശ് വരയ്ക്കാനിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ ജപമാല ചൊല്ലിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഞാനിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞാലും എത്ര ടെൻഷൻ അടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാലും എനിക്ക് ആ ജപമാല അന്ന് ദിവസം ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാനിത് ചൊല്ലിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരാത്ത സിറ്റുവേഷനായി. എനിക്കതില്ലാണ്ട് ഒരിക്കലും ഇപ്പം പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്
എന്നും കൂടുകയും എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുകയും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇടുകയും എൻ്റെ ഫ്രണ്ട്സിന് അതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, നിനക്ക് എന്താ കിട്ടാനുള്ളത്, അപ്പുറത്ത് മാതാവിൻ്റെ രൂപക്കൂട്ട് നിന്നെയും കയറ്റി നിർത്താം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ കളിയാക്കുന്നവരോടൊക്കെ എനിക്കിതേ ഇന്ന് എൻ്റെ ദൈവമാതാവ് എന്നെ ഇവിടം വരെ കൊണ്ട് നിർത്തി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി എൻ്റെ ദൈവമാതാവ് എന്നെ ഇവിടം വരെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച്, ഞാൻ ആന്ധ്രയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, തെലുങ്ക് പത്രമായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തെലുങ്ക് പത്രം മേടിച്ച് അവിടെ ഹോസ്പിറ്റലിലും അവിടെയുള്ള തെലുങ്ക് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കാൻ. ഞാൻ കൊടുക്കില്ലായിരുന്നു. മേടിച്ച പത്രം വെറുതെ വീട്ടിൽ കൊണ്ട് വെക്കുമായിരുന്നു. പിന്നെ എനിക്ക് തന്നെ എന്തോ എന്നോട് തന്നെ ഒരു ഇത് തോന്നി, എന്താണ് നീ കാണിക്കുന്നതെന്നുള്ളൊരു ഇത്. പക്ഷെ പിന്നെ എനിക്ക് ആ ഒരു മടിയൊക്കെ എന്നിൽ നിന്ന് മാറ്റി, ആരെന്ത് വിചാരിച്ചോട്ടെ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പത്രമൊക്കെ മേടിക്കുകയും അതുകൊണ്ട് കോളേജിലെ തെലുങ്ക് സ്റ്റുഡൻസിനും അവിടെയുള്ള ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് നോക്കുമായിരുന്നു അവർ ഈ പത്രം വായിക്കുമോ, എന്ത് ചെയ്യുമെന്ന് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ കൊടുത്തതിൽ ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അപ്പം കുറേ പേരൊക്കെ എൻ്റെ മുമ്പിലിരുന്ന് തന്നെ ആ തെലുങ്ക് പത്രം വായിച്ച് തീർന്നിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ പത്രമൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പേഷ്യൻസിനോടാണെങ്കിലും ഞാൻ നല്ല രീതിയിലൊന്നും സംസാരിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുറേ അങ്ങ് സൈലൻ്റ് ആയിപ്പോയി. കുറേ നല്ല രീതിയിൽ ഞാൻ സൈലൻ്റ് ആയിപ്പോയി. ഹോസ്പിറ്റലിൽ ചെന്നാലും പേഷ്യൻസിനോടൊക്കെ നല്ല കാര്യവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു.